മോർണിംഗ് ഓൾ. സോ ഇന്ന് യാപ്തിക്ക് അവധിയാണ്. ഇനി ഒരു 5 days കണ്ടിന്യൂസ് സ്കൂളിൽ എനിക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് KG സെക്ഷനൊക്കെ 5 days ലീവാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ്. അവിടെ ആകുമ്പോൾ കളിക്കാനൊക്കെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ് ആൾ. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകും. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സൈഡായിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ടയർഡ് ആയതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായി. അപ്പോൾ രാവിലെ എണീച്ച് കുറച്ച് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച പക്ഷെ ഒന്നും നടന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ പുട്ട്, കടലക്കറി, പിന്നെ ഇത് എന്താണ് അയക്കുക മുളകിട്ടത്. ഇത് ഇന്നലത്തെയാണ് കേട്ടോ. അതുകൊണ്ട് അയക്കൂറല്ല തലയും ഒക്കെ കൂടെ വറ്റിച്ച് വെച്ചതാണ്. അപ്പം ഇതൊക്കെ കൂട്ടി അടിക്കട്ടെ. ചായ റെഡി ആയിട്ടുണ്ട്. ചായ ഇല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല, അതാണ് മെയിൻ കാര്യം. അപ്പം നമുക്ക് കഴിക്കാൻ എടുത്തേക്കുന്ന പുട്ടാണ് രാവിലെ ആയതുകൊണ്ട്. രാവിലെ അല്ലാട്ടോ 8:30 അരപ്പുട്ട്. മിസ്റ്റർ, ഒരാൾ തിന്നേണ്ട പുട്ടാണോ അരപ്പുട്ടാണോ ഒരാൾ തിന്നുക? അര മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാ അപ്പൊ കയ്യില് അരട്ടെന്ന് കാണിച്ചേ. കൈ മീ ഭംഗിണ്ടാ? ഇഷ്ടായിനാ? റെഡ് ആയിനല്ലേ ബ്ലാക്ക് ആയിനല്ലേ? എന്താ ഇത് ഇളക്കല്ല? ഭംഗിണ്ടാ? കാണിച്ച പൊക്കി കാണിച്ച. വേഗം ബ്രഷ് ചെയ്തോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ യാപ്പു എണീച്ച് വന്നിട്ടുണ്ട്. അപ്പം അവൾ ബ്രഷ് ചെയ്യാണ്. കുറച്ച് മടിയുണ്ടായിരുന്നു ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഉഷാറായിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ലഞ്ചാണിത്. ചോറെടുത്തിട്ടുണ്ട്, ഒരു ഫിഷ് ഫ്രൈ, കുറച്ച് കടല, കുറച്ച് എന്ത് കറിയായിരുന്നു അമ്മേ? വെള്ളേരി മോരൊഴിച്ച കറിയാണ്. വെള്ളേരി മോരൊഴിച്ച കറി. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. ഈ വർഷാദാസൻ. ഇന്നത്തെ ചോറ് അമ്മയുടെ സ്പെഷ്യലാണ്. അടിപൊളിയായിട്ടില്ലേ? ഇപ്പൊ എണീച്ച് വന്നിട്ട് ചിരിക്കാം. ലഞ്ച് കാണിച്ചേ. ഇനി മറ്റേ കയ്യിലിടണല്ലേ? രാത്രി വന്നിട്ട് മറ്റേ കയ്യിലിട്ട് തരാം. ഓക്കെ, വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. കഴിക്കോ? ഓക്കെ, ബൈ. അമ്മ പോട്ടെ. ഫുഡ് എടുക്കാൻ മറന്നുകൊണ്ടാന്നോ? ആ, ഫുഡ് എടുക്കല്ലേ. നിന്റെ ലഞ്ച് ബോക്സിൽ അമ്മേന്ന് കൊണ്ടുവന്ന്. സ്കൂളില്ലല്ലോ. ചിരിക്കല്ലേ നീ? എന്റെ പൊരിച്ച നീ കട്ടെടുക്കാൻ നോക്കുന്നത്. അയ്യേ ആപ്പൂ, അയ്യേ അയ്യേ, എന്റെ പൊരിച്ച മീനൊക്കെ കടിച്ചു തന്നു ഗൈസ്. ബാക്കി എന്റെ ലഞ്ച് ബോക്സ് അത് എടുക്കാൻ ഇപ്പുറത്തില്ലേ? മാതിരിയാണ് മീന് പറഞ്ഞാല്. ഇതാണ് ശ്രീശാന്തിന്റെ ലഞ്ച്. ഇതാ കുറച്ച് ചോറും 2 ഫിഷ് ഫ്രൈയും വെച്ചിട്ടുണ്ട്. കുറച്ച് കടല, പിന്നെ അത് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പോയി. ഇത് കുറച്ച് കറി ഇതേപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. ചോറ് അധികമെന്ന് പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും പാക്ക് ചെയ്തിട്ടുണ്ട് അമ്മ. ഓക്കെ, അപ്പം അതിനെന്താ സ്കൂളിൽ ആരാ കൊണ്ടുവന്നേ? വെല്ലിച്ചനോ? നീ ഓർഡർ കൊടുത്തായിരിക്കും. നീ വിളിച്ചു പറഞ്ഞതാ? എന്തൊക്കെ കൊണ്ടുവരേ? ഇതെന്തൊക്കെയാ? ഒരു മൈലാഞ്ചി കൈമലിട്ടല്ലേ? പിന്നെ വേറെന്തൊക്കെയാണല്ലേ? അതവിടെ ഉണ്ടല്ലേ, ആ റൂമിൽ വെച്ചിട്ടുണ്ട്. ഒരു മൈലാഞ്ചി, പിന്നെ പൊതിച്ച് കാണിച്ചട്ടെ, വെച്ച് കാണിച്ചേ, തലയിൽ വെച്ചേ. വാ, ഒരെണ്ണം ആരും കഴിച്ചിട്ടില്ല. നിന്റെതല്ലേ ഫിഷ് ഫ്രൈ? ഞാൻ കഴിച്ചു. ഇനി എന്റെ വെച്ച് കഴിച്ചില്ലേ?
പുട്ട് കൂട്ടി കഴിച്ചേ നോക്കട്ടെ. തീയക്കുട്ടി അവൾ ഒറ്റക്ക് കഴിക്കും. ഉണ്ട് വായിന് വെള്ളം ഒറ്റിപ്പോയി എൻ്റെ. ഞാൻ കഴിച്ചൂടമ്മായി. പോട്ടെ, ഫുൾ കഴിക്കണം. ഓക്കെ, അമ്മമ്മ വീഡിയോ എടുക്കും എന്നിട്ട് അമ്മ കഴിച്ചു തരും. ഓക്കെ, കഴിക്കോ ഫുള്ള്? ഓക്കെ, ഗുഡ്. ബൈ പറ. മൈലാച്ചിട്ടാ എന്റെ ബൈ പറഞ്ഞേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടി. അപ്പം നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ഇത് മാഹിപ്പള്ളിയാണ്. അവിടുത്തെ ഭയങ്കര ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു സമയമാകുന്നുണ്ട്. ഇപ്പം പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം പെരുന്നാളിൻ്റെ വ്ളോഗ് അടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണണം. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് വേഗം പോവാം. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ടൈം കളയുന്നില്ല. അപ്പം നമുക്ക് ലഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം സ്ഥലം വിടാം. സോ ലഞ്ച് റെഡിയാണ്. ഇനി നമുക്ക് വേഗം പോവാം അല്ലേ. ലേറ്റായി, ഒരുപാട് ലേറ്റായി. ഇനിയിപ്പം ക്ലിനിക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ നടക്കൂല. ഇവിടുത്തെ മെസ്സ് കണ്ടിട്ട് പേടിക്കണം കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു ചെടിയാണ്, മണി പ്ലാന്റ്. എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ്. നിങ്ങൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഇതൊക്കെ എൻ്റെ കണ്ണടകളാണ് ഗൈസ്. ഇതൊക്കെ എൻ്റെ കണ്ണടകൾ. പിന്നെ ഇത് യാപ്പൂൻ്റെ എന്താണ് നമ്മൾ അന്ന് മൈസൂർ ബ്ലോഗിൽ കണ്ടില്ലേ, ആ സാധനമാണ്. ആ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് അത് അവിടെ തന്നെ ആയിപ്പോയി. പിന്നെ വാച്ച്, നമ്മളെ കീസ്, കാറിൻ്റെ കീസും നമ്മളെ ഗേറ്റിൻ്റെ ലോക്കൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ക്യൂട്ട് ഗണപതിയും കൂടി ഇവിടെയുണ്ട്. അപ്പം പിന്നെ മെഡിസിൻസ് ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് കാണാനും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആക്കി ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒട്ടും ടൈം കിട്ടില്ല. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നുവരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബട്ട് ബാക്കി വിശേഷങ്ങളും എൻ്റെ അടുത്ത ലഞ്ചൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അൺടിൽ ദെൻ ഇറ്റ്സ് ദിൽന സൈനിങ് ഓഫ്. ബൈ ബൈ.